أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 175 വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയ അധ്യാപനങ്ങളെ മറച്ചുവെക്കുകയും അതിനു പകരമായി നിസാര വില വാങ്ങുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ ഉദരങ്ങളിൽ അഗ്നിയല്ലാതെ തിന്നു നിറക്കുന്നില്ല. പുനരുത്ഥാന നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. അവൻ അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ആയത്തിൽ പറയുന്നത്, ജനങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയ അധ്യാപനങ്ങളെ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് അവർ അറിഞ്ഞുകൊള്ളട്ടെ, അവർ തങ്ങളുടെ വയറുകളിൽ തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഹലാലിനെയും ഹറാമിനെയും കുറിച്ച് പറഞ്ഞതിന് തൊട്ട് ശേഷം തന്നെ ഇപ്രകാരം പറയാൻ കാരണം, ഏതുപോലെ ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ വഴിപാടാക്കപ്പെട്ടത് നിങ്ങൾക്ക് നിഷിദ്ധവും കുറ്റകരവുമാണോ എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനകൾ മറച്ചുവെക്കുന്നതും ഭൗതിക സമ്പത്തും പ്രൗഢിയും സ്ഥാനവും കരസ്ഥമാക്കുക എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവയേക്കാൾ, അതായത് ഹറാമായത് ഭക്ഷിക്കുന്നതിനേക്കാൾ ഒട്ടും കുറവല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ദീനിനെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള വ്യക്തി തൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങൾ തുറന്നു പറയുകയും ചെയ്താൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നോ തൻ്റെ ബിസിനസ് തകരുമെന്നോ സുഹൃത്തുക്കളിൽ തനക്കുള്ള അഭിമാനത്തിന് മങ്ങലേൽക്കുമെന്നോ ധരിച്ചുകൊണ്ട് കാപട്യത്തോടുകൂടി മറച്ചുവെക്കുകയും ആത്മീയ നേട്ടത്തേക്കാൾ ഭൗതിക നേട്ടത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അതും നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. അത്തരക്കാർ അവരുടെ ഉദരങ്ങളിൽ തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവർ അവരുടെ ഉദരങ്ങളിൽ തീയല്ലാതെ തിന്നുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ബാഹ്യമായതായിരിക്കുകയില്ല, മറിച്ച് ആന്തരികമായതായിരിക്കുമെന്നാണ്. അതായത് മാനസികമായ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക. അത് ബാഹ്യമായ ശിക്ഷയേക്കാൾ കഠിനമായിട്ടുള്ളതത്രേ. ഇവിടെ അവരെ തീയിൽ ഇടും എന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ സ്വയം തങ്ങളുടെ ഉദരങ്ങളിൽ തീ ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ സ്വയം തന്നെ അവർക്ക് ഒരു ആന്തരിക നരകം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ അള്ളാഹു അത്തരക്കാരോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവിശ്വാസികളോട് പോലും സംസാരിക്കുന്നതാണ് എന്നാണ് ഖുർആനിൽ നിന്നും വ്യക്തമാകുന്നത്. സൂറത്തുൽ ഖസസിൽ പറയുന്നു, വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. ആ ദിവസം അള്ളാഹു അവിശ്വാസികളെ വിളിച്ച് ചോദിക്കും, എൻ്റെ ദൂതന്മാർ സന്ദേശവുമായി വന്നപ്പോൾ എന്ത് മറുപടിയാണ് നിങ്ങൾ നൽകിയത് എന്ന്. അവിശ്വാസികളോട് പോലും സംസാരിക്കുന്ന അള്ളാഹു ഇവരോട് മുഖം തിരിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു അവരോട് അത്രമാത്രം അസന്തുഷ്ടനായിരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോലും സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുകയില്ല. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് നഅൂസുബില്ല മുസ്ലിങ്ങളിൽ ചിലർ അള്ളാഹു തൻ്റെ ദാസരോട് സംസാരിക്കാതിരിക്കുന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഒരു ഖൈറ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖ്യ അടയാളം മുൻ സമുദായത്തെക്കാൾ ആ കവാടം, അതായത് മുക്കാലിമാത്ത് അല്ലെങ്കിൽ മുഖാത്തിബയുടെ കവാടം
കൂടുതൽ തുറക്കുകയായിരുന്നു വേണ്ടത്. അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല എന്നത് മറ്റൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹു അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയില്ല എന്നതാണ്. സാധാരണ നാം സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളത് പോലെ, അതായത് ഞാൻ നിന്നോട് ഇനി സംസാരിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യാതൊരു വിധത്തിലും നിന്നോട് സംസാരിക്കുകയില്ല എന്നതല്ല, മറിച്ച് സൗഹൃദമായിട്ടുള്ള സംസാരം നിന്നോട് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. എന്നതുപോലെ അതായത് അള്ളാഹു സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുകയില്ല, മറിച്ച് ഒരു ജഡ്ജി കുറ്റവാളിയോട് സംസാരിക്കുന്നത് പോലെയായിരിക്കും അള്ളാഹു അവരോട് സംസാരിക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.